ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും ഒക്കെ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അധ്യായം 481. എൻ്റെ മകൻ വരും. സിദ്ധാർത്ഥ് വിളിച്ചപ്പോൾ മല്ലികാമ്മയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഭൈരവിൻ്റെ കയ്യിലാണ് മല്ലികാമ്മയെ കിട്ടിയിരിക്കുന്നത്. കുട്ടിക്കാലം മുതൽ താൻ സ്നേഹിക്കുന്ന ആളാണ് മല്ലികാമ്മ. അതുകൊണ്ട് തന്നെ താൻ അമ്മക്ക് പകരം കാണുന്ന ആ സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയാൽ അവർ പറയുന്നത് എന്തും താൻ അനുസരിക്കുമെന്ന് ഗീതാമ്മ കരുതുന്നുകൊണ്ട് അതാലോചിക്കുമ്പോൾ സിദ്ധാർത്ഥിന് വല്ലാത്ത വിഷമം തോന്നി. വിശ്വനാഥൻ അപ്പോൾ സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കി പറഞ്ഞു, മോനെ, നീ ഇപ്പോൾ ഒരു കാര്യം ചെയ്യടാ. ഉടനെ തന്നെ ഈ ഓഡിയോ ക്ലിപ്പും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ല്. അവിടെ ചെന്ന് പരാതി കൊടുക്ക്. മല്ലികാമ്മയുടെ ജീവൻ അപകടത്തിലാണ്. വിശ്വനാഥൻ വെപ്രാളത്തോടെയാണത് പറഞ്ഞത്. ഇതൊന്നും വെച്ച് പോലീസ് ഭൈരവിനെ കസ്റ്റഡിയിലെടുക്കാനൊന്നും പറ്റില്ല. അവൻ ഒരുപാട് ബന്ധങ്ങളുള്ള ആളാണ്. പോലീസിനെ ഇടപെടുത്താതെ മല്ലികാമ്മയെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണമെന്ന് ഭൈരവിന്റെ താവളം അവന്റെ ക്ലബിലാണെന്നും എനിക്ക് വ്യക്തമായി അറിയാം. മല്ലികാമ്മ അവിടെ തന്നെ ഉണ്ടാവും. സിദ്ധാർത്ഥിന്റെ ഊഹം ശരിയാണെന്ന് നീലിമക്കും തോന്നി. ഭൈരവിന്റെ സകല കാര്യങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന ആൾക്കാർക്കും ആ ക്ലബിലാണ് ഉണ്ടാവുന്നത്. ആ ക്ലബിൽ തന്നെയാണ് നീലിമയെ തട്ടിക്കൊണ്ടുപോയി പാർപ്പിച്ചിരിക്കുന്നത്. അവിടെ തന്നെയായിരിക്കും മല്ലികാമ്മയും കൂട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് എന്ന് അവർ ഊഹിച്ചു. സിദ്ധാർത്ഥിന്റെ ഊഹം ശരി തന്നെയായിരുന്നു. ഭൈരവ് മല്ലികാമ്മയെ അണ്ടർഗ്രൗണ്ടിലുള്ള ഒരു ഇരുട്ടുമുറിയിൽ അടച്ചു വെച്ചിരുന്നു. മല്ലികാമ്മ പതിയെ ബോധം തെളിഞ്ഞു തുടങ്ങി. താൻ എവിടെയാണുള്ളത് എന്നറിയാതെ അവർ ചുറ്റും നോക്കിക്കൊണ്ടിരുന്നു. എവിടെയാണ് താനെയെന്നും ആർക്കൊപ്പമാണ് താനെന്നും അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. കാഴ്ച തെളിഞ്ഞു തുടങ്ങിയപ്പോൾ മുന്നിൽ ഭൈരവിനെ കണ്ടു നിൽക്കുന്ന മല്ലികാമ്മ. അയാളെ കണ്ട മുൻപ് പരിചയമൊന്നും അവർക്ക് തോന്നിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ മല്ലികാമ്മ ചോദിച്ചു, ആരാ, എന്തിനാ എന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്? മല്ലികാമ്മയുടെ ചോദ്യം കേട്ട് ഭൈരവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കൊരാവശ്യമുണ്ട്. ആവശ്യം നിറവേറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോവാം. പക്ഷേ ആദ്യം ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ അനുസരിക്കണം. എന്ത് കാരണത്താലാണ് വെറും ഒരു വീട്ടുജോലിക്കാരിയായ തന്നെ തട്ടിക്കൊണ്ടുവന്നത് എന്ന് അവർക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ചോദിച്ചു, ഞാൻ എന്തിനാ നിങ്ങൾ പറയുന്നതൊക്കെ അനുസരിക്കുന്നത്? മല്ലികാമ്മ ചോദിച്ചത് കേട്ട് ഭൈരവ് പറയുന്നുണ്ട്, നിങ്ങൾ പേടിക്കുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ. എനിക്കൊരു വീഡിയോ വേണം. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ആ വീഡിയോയിൽ സംസാരിക്കണം. ആ ഒരു ഉപകാരം മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തന്നാൽ മതി. അപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്നും പോവാൻ പറ്റും. ഭൈരവ് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കി. ആ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഉപകാരം? മല്ലികാമ്മ ചോദിച്ചു. സാധാരണ ഞാൻ ഇത്രയും കാര്യങ്ങളൊന്നും ആരോടും ഷെയർ ചെയ്യാറില്ല. പക്ഷേ നിങ്ങളോട് പറയാം, സിദ്ധാർത്ഥിനെയും അവൻ്റെ ഭാര്യയും ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആ ഒരു വീഡിയോ. നിങ്ങളെ കൊണ്ട് സഹായിച്ചാൽ മാത്രം മതി. നിങ്ങളൊന്നും ഞങ്ങളോട് സഹകരിച്ചാൽ നിങ്ങൾക്ക് ഉടനെ തന്നെ തിരിച്ചു പോവാം. അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാവും. മല്ലികാമ്മ അത് കേട്ട് വെപ്രാളത്തോടു കൂടി തന്നെ അവനെ നോക്കി. സ്വന്തം കുട്ടികളെ പോലെ കരുതുന്ന സിദ്ധാർത്ഥിനെയും നീലിമയും ആപത്ത് വരുത്തുന്ന കാര്യങ്ങളൊന്നും തന്നെ മല്ലികാമ്മ ചെയ്യില്ല എന്ന് ഭൈരവിന് അറിയാമായിരുന്നു. പക്ഷേ എങ്കിലും തൻ്റെ ജീവൻ ആപത്ത് വരുമ്പോൾ സ്വന്തം ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുകയുള്ളൂ എന്ന് അവൻ ആലോചിച്ചു. ഇപ്പം നിങ്ങളുടെ ജീവനെക്കുറിച്ച് മാത്രമേ നിങ്ങൾ ചിന്തിക്കാൻ പാടുള്ളൂ. അവരെ രക്ഷിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. എന്നോട് സഹകരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ നിന്നും പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ഭൈരവ് പറഞ്ഞത് കേട്ട് മല്ലികാമ്മ, എന്ത് തന്നെ സംഭവിച്ചാലും ഇത് ഞാൻ ചെയ്യില്ല. എൻ്റെ കുട്ടികളെ എനിക്കങ്ങനെ സങ്കടപ്പെടുത്താൻ പറ്റില്ല എന്ന് പറയും. അവരുടെ ആത്മാർത്ഥത കണ്ട് ഭൈരവ് ദേഷ്യത്തോടെ അവരെ നോക്കി. നിങ്ങളുടെ കുട്ടികളുടെ കാര്യം ഓർക്കുമ്പോൾ സ്വന്തം ജീവന്റെ കാര്യം മറക്കരുത്. എനിക്കത്രേ പറയാനുള്ളൂ. ഭൈരവ് ഭീഷണിയുടെ സ്വരത്തിലാണ് അങ്ങനെ പറഞ്ഞത്. അത് മല്ലികാമ്മക്ക് മനസ്സിലാവുകയും ചെയ്തു. എന്നിട്ടും മല്ലികാമ്മ അവന്റെ ഭീഷണിക്കൊന്നും വഴങ്ങാൻ തയ്യാറായില്ല. അവരുടെ ദൃഢനിശ്ചയം കണ്ട് ഭൈരവ് പറഞ്ഞു, പട്ടിണി കിടന്ന് ചാവേണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കാൻ നോക്ക്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ ഇവിടെ നിന്നും പോവാം. പക്ഷേ എൻ്റെ കൂടെ നിന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ നിന്ന് ഞാൻ ഒരിക്കലും വിടാൻ പോകുന്നില്ല. എന്ത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. മല്ലികാമ്മയെ നോക്കി ദേഷ്യത്തോടെയാണ് ഭൈരവ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ മല്ലികാമ്മ ധൈര്യത്തോടെ അവനെ നോക്കി പറഞ്ഞു, ഇത്രയും നേരം എന്നെ എന്തിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം. ഇപ്പം തന്നെ എന്നെ ഇവിടെ നിന്ന് വിടുകയാണെങ്കിൽ നിനക്ക് നിന്റെ ജീവനെങ്കിലും ബാക്കി കിട്ടും. കാരണം എൻ്റെ മകനെക്കുറിച്ച് നിനക്കറിയാമല്ലോ. എന്നെ ഉപദ്രവിക്കാൻ നീ ശ്രമിച്ചു എന്നെങ്ങാനും അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവൻ നിന്നെ കാണാനൊരു വരവങ്ങ് വരും. അതിനു മുൻപ് എന്നെ വിട്ടയച്ച നിനക്ക് കൊള്ളാം. മല്ലികാമ്മ സിദ്ധാർത്ഥിന്റെ കാര്യം പറയുന്നത് കേട്ട് ഭൈരവ് അവരെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു. ആ സ്ത്രീയുടെ തൻ്റെ ഇടം സിദ്ധാർത്ഥിനൊപ്പം കൂട്ടിയത് കൊണ്ട് തന്നെ കിട്ടുമെന്ന് അവൻ കരുതി. മല്ലികാമ്മയോട് ഇനി സംസാരിച്ചു നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി അവൻ പെട്ടെന്ന് തന്നെ ഒരു കത്തിയെടുത്ത് അവരുടെ നേർക്കങ്ങ് വന്നു. അങ്ങനെ അവരുടെ നേർക്കങ്ങ് വന്നതോടുകൂടി തന്നെ അവരെ തീർത്തേക്കാനും ഗീതാമ്മ പറഞ്ഞിരുന്നു. പക്ഷേ ഭൈരവിന് അപ്പോൾ മല്ലികാമ്മയെ ഉപദ്രവിക്കാൻ യാതൊരുവിധ ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. അവൻ അവരെ ഭയപ്പെടുത്താൻ മാത്രമാണ് കത്തിയെടുത്തിരുന്നത്. മല്ലികാമ്മ നന്നായി ഭയന്നു പോയിരുന്നു.
അവരുടെ മുഖത്ത് വല്ലാത്തൊരു വെപ്രാളം പ്രകടമായി. കത്തിയും എടുത്ത് ഭൈരവ് തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് മല്ലികാമ്മ നിലവിളിക്കാൻ ആരംഭിച്ചു. ഇതേ സമയം വീട്ടിൽ സിദ്ധാർത്ഥും നീലിമയും അശ്വിനും എല്ലാം തന്നെ വെപ്രാളത്തിലായിരുന്നു. ഈ കാര്യങ്ങളൊന്നും തന്നെ കുഞ്ഞിനെ ബാധിക്കാതിരിക്കാൻ സിദ്ധാർത്ഥ് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കാരണം മല്ലികാമ്മയെ അശ്വിന് വളരെയധികം ഇഷ്ടമാണ്. മല്ലികാമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ അത് സഹിക്കില്ല എന്ന് സിദ്ധാർത്ഥിനറിയാം. നീലിമയും വിഷമത്തിൽ തന്നെയായിരുന്നു. അവൾക്ക് മല്ലികാമ്മയെ ഭൈരവ് തട്ടിക്കൊണ്ടുപോയ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ പ്രയാസം തോന്നി. ആ വൃദ്ധയായ സ്ത്രീയെ സ്വന്തം നേട്ടങ്ങൾക്കായി ഉപയോഗപ്പെടുത്താൻ മാത്രം മോശമായ ഒരുത്തരാണ് ഭൈരവിയെന്ന് അവൾക്കറിയുമായിരുന്നില്ല. അതിന്റെ ഞെട്ടലും ഭയവും അവളുടെ കണ്ണുകളിൽ പ്രകടമായിരുന്നു. സിദ്ധാർത്ഥ് ഈ കാര്യത്തിൽ എന്ത് തീരുമാനമെടുത്താലും അതിന്റെ കൂടെ നിൽക്കുമെന്ന് അവൾ തീരുമാനിച്ചു. അപ്പോ സിദ്ധാർത്ഥ് പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ അവന്റെ ക്ലബിലേക്ക് എത്തണം. ഇത് കേട്ട് നീലിമ അവനോട് പറഞ്ഞു, മല്ലികാമ്മ അവന്റെ കയ്യിലായതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകണമെങ്കിൽ. അല്ലെങ്കിൽ എടുത്തു ചാടി ഉടനെ ഒന്ന് ക്ലബിലേക്ക് ചെന്നാൽ നമ്മൾ കൂടി അവൻ ഉപദ്രവിക്കാൻ ശ്രമിക്കും. അതിന് നമ്മളെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ? സിദ്ധാർത്ഥ അവനോട് ചോദിച്ചു. അപ്പോൾ നീലിമ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ എടുത്തു ചാടി അങ്ങോട്ടേക്ക് ചെന്നാൽ അത് വലിയ പ്രശ്നമാവും ഉണ്ടാവുന്നത് എന്ന്. ഇപ്പോൾ വേണ്ടത് സമീപനം മാത്രമാണ്. അക്രമികൾ എന്തായാലും നിങ്ങളെ വിളിക്കുന്ന കാര്യം ഉറപ്പാണല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം അവരുടെ ഭാഗത്തു ഉണ്ടാവുമെന്ന് ആദ്യം നോക്കാം. എന്നിട്ട് മതി ക്ലബിലേക്ക് പോകുന്നതൊക്കെ. അത് കേട്ട് സിദ്ധാർത്ഥ സോഫയിൽ തന്നെ ചെന്നിരുന്നു. അവന് വല്ലാത്ത അസ്വസ്ഥതയും ഉണ്ടായിരുന്നു. അവൻ വീണ്ടും മല്ലികാമ്മയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കി. പക്ഷേ ഫോൺ അപ്പോഴും സ്വിച്ച് ഓഫ് തന്നെയായിരുന്നു. അശ്വിനും അവനോടൊപ്പം സോഫയിൽ വന്നിരുന്നു. ഗീതാമ്മയുടെ കൂടെ ജീവിക്കാൻ പോലും ശ്രീ വിശ്വനാഥൻ ഇപ്പോൾ ഭയം തോന്നി തുടങ്ങി. മല്ലികാമ്മയെ രക്ഷിക്കാൻ സിദ്ധാർത്ഥിന് മാത്രമേ കഴിയുള്ളൂ എന്ന് ആ ഒരു വിശ്വാസം അയാൾക്കുണ്ടായിരുന്നു. അതാണ് അയാൾ ഓടി പെട്ടെന്ന് സിദ്ധാർത്ഥിന്റെ അടുത്തേക്ക് വന്നത്. നീലിമ തന്നെ വിശ്വസിക്കില്ലെന്നും അയാൾക്കറിയാം. കൂടുതൽ നേരം താൻ അവിടെ നിൽക്കുന്നതിൽ കാര്യമില്ല എന്ന് വിശ്വനാഥന് തോന്നി. അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ അയാൾ അവിടെ നിന്നും പോവാൻ ശ്രമിച്ചു. സിദ്ധാർത്ഥ് മല്ലികാമ്മയെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇറങ്ങിപ്പോകുന്ന വിശ്വനാഥനെ നോക്കിക്കൊണ്ട് അവർ പറഞ്ഞു, എന്തെങ്കിലും വിവരം കിട്ടിയ അച്ഛനെ ഞാൻ വിളിക്കാം. ശരി, അത്രമാത്രം പറഞ്ഞുകൊണ്ട് വിശ്വനാഥൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അതിനുശേഷം സിദ്ധാർത്ഥ് വാതിലടച്ച് അകത്തേക്ക് വന്നിരുന്നു. അപ്പോൾ അശ്വിൻ അവനോട് ചോദിച്ചു, മല്ലിക മുത്തശ്ശി ഓക്കെ അല്ലേ ഡാഡി? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്ക് പേടിയാവുന്നു. അത് കേട്ട് സിദ്ധാർത്ഥ അവനോട് പറഞ്ഞു, ഒന്നും സംഭവിക്കില്ല, നമുക്ക് മുത്തശ്ശിയെ ഉടനെ തന്നെ രക്ഷിക്കാം. അവൻ പറഞ്ഞത് കേട്ടപ്പോൾ അശ്വിന് വളരെയധികം ആശ്വാസം തോന്നി. അച്ഛൻ വെറും വാക്ക് പറയാറില്ല എന്ന് അവന് ഉറപ്പായിരുന്നു. എല്ലാവരും മല്ലികാമ്മയെക്കുറിച്ച് ആശങ്കയിൽ തന്നെ ഇരിക്കുമ്പോഴാണ് അവരുടെ വീടിന്റെ മുൻപിൽ ആരോ വന്നു നിൽക്കുന്നത് പോലെ അവർക്ക് തോന്നിയത്. ആദ്യം കണ്ടത് അശ്വിനാണ്. അവൻ സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കിയിട്ട് അവിടെ ഒരാൾ വന്നു നിൽക്കുന്നുണ്ട് എന്ന് ആംഗ്യം കാണിച്ചു. സിദ്ധാർത്ഥ് അങ്ങോട്ടേക്ക് നോക്കി. അവനും അവിടെ ഒരു മനുഷ്യന്റെ സാന്നിധ്യം അറിയാൻ തുടങ്ങി. സത്യത്തിൽ അവിടെ അപ്പോൾ സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല. അവർ മല്ലികാമ്മയെ അന്വേഷിച്ചു പോയതായിരുന്നു. അതുകൊണ്ട് തന്നെ വാതിലിന്റെ അകത്തേക്ക് അക്രമികൾ എളുപ്പത്തിൽ തന്നെ അകത്ത് കടക്കാൻ സാധിക്കുമെന്ന് അറിയാമായിരുന്നു. അതോർത്തപ്പോൾ സിദ്ധാർത്ഥിനാകെ വെപ്രാളം തോന്നി. അവൻ നീലിമയോട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്ക്, ഞാൻ ചെന്ന് തുറക്കട്ടെ എന്ന്. സിദ്ധാർത്ഥ് അങ്ങനെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് ചെന്നു. നീലിമയ്ക്ക് നല്ല ഭയമുണ്ടായിരുന്നു. അവൾ അശ്വിനെ ചേർത്ത് പിടിച്ചു മാറി നിന്നു. സിദ്ധാർത്ഥ് ചെന്ന് വാതിലിന്റെ നോബ് പിടിച്ചു തിരിച്ചപ്പോൾ മുൻപിൽ ഒരു അക്രമി ഉണ്ടെങ്കിൽ എങ്ങനെ നേരിടുമെന്ന് അവന് മനസ്സിൽ പാകപ്പെടുത്തിയതിനു ശേഷമാണ് വാതിൽ തുറന്നത്. പക്ഷേ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അത് കണ്ടപ്പോൾ അവൻ ആശ്ചര്യത്തോടെ തിരിഞ്ഞു നോക്കി. അപ്പോ അവന്റെ പിറകിലേക്ക് നോക്കിയ നീലിമ മറ്റൊരു കാഴ്ച കണ്ടു. സിദ്ധാർത്ഥിന്റെ പിറകിൽ ഒരു കവർ കിടക്കുന്നുണ്ട്. നീലിമ വെപ്രാളത്തോടു കൂടെ പിറകിലേക്ക് നോക്കി നിൽക്കുന്നത് കണ്ടപ്പോഴാണ് സിദ്ധാർത്ഥ് അത് ശ്രദ്ധിച്ചത്. ഒരു ലെറ്റർ കവറായിരുന്നു അത്. ആ കവർ കയ്യിലെടുത്ത് സിദ്ധാർത്ഥ് അകത്തേക്ക് വന്നു. എന്നിട്ട് നീലിമയോട് പറഞ്ഞു, ഇതാരായിരിക്കും അവിടെ കൊണ്ടുവച്ചത്? സിദ്ധാർത്ഥിന്റെ ദേഷ്യം കേട്ട് നീലിമ അവന്റെ നേർക്ക് നോക്കി. അവൾക്കൊന്നും തന്നെ വ്യക്തമായി ഉത്തരം പറയാനൊന്നും സാധിച്ചില്ല. അവൻ മറ്റൊന്നും പറയാതെ കവർ തുറക്കാൻ ശ്രമിച്ചു. അതിൽ കുറച്ച് ഫോട്ടോസായിരുന്നു ഉണ്ടായിരുന്നത്. മല്ലികാമ്മയുടെ കുറച്ച് ഫോട്ടോസായിരുന്നു. അവരെ ഉപദ്രവിക്കുന്നതിന്റെ, അവർ കൈ കൂപ്പി നിൽക്കുന്നതിന്റെ, പറയുന്നതിന്റെയൊക്കെ ഫോട്ടോസായിരുന്നു അതിലുള്ളത്. ആ ഫോട്ടോസ് എല്ലാം കണ്ടപ്പോൾ സിദ്ധാർത്ഥിന് രക്തം തിളച്ച് അവൻ ദേഷ്യത്തോടു കൂടെ തന്നെ ആ ഫോട്ടോ നേരെ ടേബിളിലേക്ക് അങ്ങ് ഇട്ടു. അപ്പോഴാണ് അതിലൊരു കത്തിരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചത്. നീലിമ അത് കയ്യിലെടുത്തു. അതിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു, നിനക്ക് ഞാൻ 2 ദിവസത്തിനകം സമയം തരാം. സിദ്ധാർത്ഥ്, ഇതിനുള്ളിൽ നീലിമയെ വിവാഹമോചനം ചെയ്യണം. എങ്കിൽ മാത്രമേ എന്നെ രക്ഷിക്കാൻ നിനക്ക് സാധിക്കുള്ളൂ എന്നും മല്ലിക. അതും കൂടി കണ്ടപ്പോൾ സിദ്ധാർത്ഥിന്റെ കോപം അങ്ങ് ഇരട്ടിച്ചു. ഭൈരവിനെ കയ്യിൽ കിട്ടിയ വെറുതെ വിടില്ല എന്ന് സിദ്ധാർത്ഥ് തീരുമാനിച്ചിരുന്നു. ഇതേ സമയം മറുവശത്ത് ഭൈരവിനെ കാണാൻ അവന്റെ ക്ലബിലേക്ക് ഗീതാമ്മ വന്നു. ഭൈരവിന്റെ സഹായി സിദ്ധാർത്ഥിന്റെ വീട്ടിൽ കത്തും ഫോട്ടോസൊക്കെ അടങ്ങിയ കവറുകൾ വെച്ച ശേഷം എന്താണ് സംഭവിച്ചത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അവർ ഭൈരവിനോട് ചോദിക്കാൻ ആഗ്രഹിച്ചു. ഇത് പെട്ടെന്ന് നടക്കുന്ന കാര്യമൊന്നുമല്ലല്ലോ, എനിക്ക് കുറച്ച് സമയം തരണം. നീ എന്റെ വീട്ടിൽ കയറി ചെന്ന് കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ കാര്യം ഞാൻ ലോക്കൽ കോഡൊന്നുമല്ല എന്നറിയാലോ എന്ന് ഭൈരവ് പറഞ്ഞു.
അന്നേരം ഗീതാമ്മ അവനെ നോക്കി. എന്നിട്ട് പറയുന്നുണ്ട്, നീ ലോക്കൽ ഗുണ്ടയൊന്നുമല്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ നിന്റെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് നിന്നെ കൂട്ടിപ്പിടിച്ചത്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെ നടക്കണം. അത് കേട്ടപ്പോൾ ഭൈരവ് പറഞ്ഞു, എന്തൊക്കെ ചെയ്യണം ചെയ്യണ്ട എന്നൊക്കെ എന്നെ ആരും പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്കെല്ലാം വ്യക്തമായിട്ടറിയാം. നിങ്ങളെ ഏൽപ്പിച്ച കാര്യം ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കൂടുതലൊന്നും എന്നെ പഠിപ്പിക്കാൻ നിൽക്കരുത് എന്ന് പറയും. ഭൈരവ് പറഞ്ഞത് കേട്ട് ഗീതാമ്മ ആകെ അതിശയിച്ചു പോയി. കാരണം അവൻ അങ്ങനെ സംസാരിക്കുമെന്ന് അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല. അവളുടെ മനസ്സിലുണ്ടായിരുന്ന പദ്ധതികൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. മല്ലികാമ്മയെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തണമെന്ന് മാത്രമായിരുന്നു ഗീതയുടെ പ്ലാന്. പക്ഷേ ഭൈരവ് അങ്ങനെയല്ല ചെയ്തത്. ഫോട്ടോകളിൽ അല്പം കൂടി ഭീകരത തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ മല്ലികാമ്മയെ വല്ലാതെ ഉപദ്രവിച്ചിട്ടുണ്ട്. അത് അവരുടെ ആരോഗ്യത്തെ വല്ലാതെ ബാധിക്കുമെന്ന് ഗീതാമ്മക്കറിയാം. കാരണം മല്ലികാമ്മ പ്രായം ചെന്ന സ്ത്രീയാണ്. ഇതെല്ലാം മുൻപേ ചിന്തിക്കേണ്ടതായിരുന്നു എന്ന് ഗീത ആലോചിച്ചു. സത്യത്തിൽ ചാർലിയെ കൊന്നതു മുതൽ ഗീതാമ്മക്ക് നല്ല വേവലാതിയുണ്ട്. ആ വേവലാതികളൊന്നും തന്നെ ഗീതാമ്മ ഭൈരവിനെ അറിയിച്ചില്ല എന്ന് മാത്രം. തന്നെ അന്വേഷിച്ച് പോലീസ് എങ്ങാനും വരുമോ എന്ന ഭയം നിരന്തരം ഗീതാമ്മക്കുണ്ടായിരുന്നു. ഒരാളെ കൊല്ലാൻ മാത്രമുള്ള ധൈര്യമൊന്നും അവർക്ക് മുൻപുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഇടയായിട്ട് അവർക്ക് മനസ്സിന് വല്ലാത്ത മാറ്റം സംഭവിച്ചിട്ടുണ്ട്. നീലിമ കാരണമാണ് ഇതെല്ലാമെന്ന് അവർ സ്വയം ആശ്വസിച്ചു. എന്നാൽ താൻ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് ഇപ്പോൾ അവർക്ക് ചെറുതായി തന്നെ തോന്നി. ഭൈരവ് ഇപ്പോൾ താൻ പറയുന്നതൊന്നും അനുസരിക്കാതെ അവന്റെ സ്വന്തം പദ്ധതി അനുസരിച്ചാണ് ഇപ്പൊ പെരുമാറുന്നത്. അത് വളരെയധികം ബുദ്ധിമുട്ടുകൾ മല്ലികാമ്മക്കും സിദ്ധാർത്ഥിനും നീലിമക്കും ഉണ്ടാകുമെന്ന് ഗീതാമ്മക്ക് അറിയാമായിരുന്നു. സത്യത്തിൽ നീലിമയ്ക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഗീതാമ്മയെ അത് ബാധിക്കുമായിരുന്നില്ല. പക്ഷേ അശ്വനും സിദ്ധാർത്ഥിനും എന്തെങ്കിലും അപകടം വരുന്നത് അവർക്കത് താങ്ങാൻ പോലും സാധിക്കുമായിരുന്നില്ല. ഇതെല്ലാം ഓർത്തുകൊണ്ട് ഗീതാമ്മ അവിടെ തന്നെ നിന്നു. ഭൈരവ് ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാം ഓർത്തു നോക്കുകയായിരുന്നു. ഗീത തന്റെ കൂടെ നിന്നാൽ മാത്രമേ നീലിമയ്ക്ക് തന്നെ സ്വന്തമാക്കാൻ പറ്റുമെന്ന് അവനറിയാം. ഇതിനെല്ലാത്തിനും കാരണം നീലിമയാണ്. എല്ലാം ഒന്ന് നിർത്തി ഒതുങ്ങിയതായിരുന്നു. താൻ അവളെ തന്നെ കാണാൻ വന്നില്ലായിരുന്നു എങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് അവൻ ആലോചിച്ചു. താൻ അവളുടെ പേരും പറഞ്ഞ് ഒരു ഭ്രാന്തനായിക്കൊണ്ടിരിക്കുവാണല്ലോ എന്ന് പോലും അവൻ ചിന്തിച്ചു. എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ തന്നെ ഭൈരവ് എഴുന്നേറ്റു. അവന് എന്ത് ചെയ്യാൻ പോകുന്നത് എന്നറിയാതെ ഗീതാമ്മ പരിഭ്രമത്തോടെ അവനെ തന്നെ നോക്കി നിന്നു. ഇതേ സമയം നീലിമയുടെ വീട്ടിൽ സിദ്ധാർത്ഥ് അസ്വസ്ഥതയോടുകൂടി തന്നെ ഫോൺ എടുത്തുകൊണ്ട് സോഫയിൽ നിന്നും എഴുന്നേറ്റു. ആരെയാ വിളിക്കുന്നത്? നീലിമ ചോദിച്ചു. ഞാൻ ആരെ വിളിച്ചാലും അതൊന്നും നിന്നെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. മാത്രമല്ല ഇങ്ങനെ ഇടക്കിടക്ക് ആരാണ് എന്നെ വിളിക്കുന്നത് എന്നൊന്നും ഇടക്കിടക്ക് നീ ഇങ്ങനെ ചോദിക്കേണ്ട. എനിക്കത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. സിദ്ധാർത്ഥ് രൂക്ഷമായിട്ടാണ് അത് പറഞ്ഞത്. നീലിമയെ അത് വളരെയധികം വേദനിപ്പിക്കുകയും ചെയ്തിരുന്നു. അവൻ അവളുടെ നേർക്ക് നോക്കി പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ അമ്മയെ വിളിക്കുന്നത് അങ്ങനെ ചെയ്താൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവത്തേയുള്ളൂ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അന്നേരം സിദ്ധാർത്ഥ് പറയുന്നത്, ഞാൻ വിളിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്റെ അച്ഛനെയാണ്. അപ്പോ നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരുമായി വീണ്ടും അടുക്കാൻ തന്നെ തീരുമാനിച്ചോ? എന്തിനാ അച്ഛനെ വിളിക്കുന്നത്? അദ്ദേഹം ഇവിടെ വന്നതാണല്ലോ. അപ്പൊ സംസാരിക്കാൻ പാടില്ലായിരുന്നോ? അവൻ ചോദിച്ചു. സത്യത്തിൽ നിന്റെ പ്രശ്നം എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്റെ അച്ഛനെ വിളിക്കുന്നത് അവർ റെക്കോർഡ് ചെയ്ത കാര്യങ്ങളെല്ലാം മറ്റു തെളിവുകളൊക്കെ പോലീസിനെ അറിയിക്കാൻ ശ്രമിക്കുന്നത് പറയാൻ വേണ്ടിയിട്ടാ. അദ്ദേഹം ഇവിടെ നിന്നും പോയിരിക്കുന്നത് എന്തിനാ എന്ന് പറയാനാന്നൊക്കെ മനസ്സിൽ തോന്നി. നീലിമ, നീ വല്ലാതെ ബോറാവുന്നുണ്ട്. എനിക്കത് സഹിക്കാനാവുന്നില്ല, സിദ്ധാർത്ഥ് രൂക്ഷമായി പറഞ്ഞു. അത് കേട്ടപ്പോൾ നീലിമക്ക് വല്ലാതായി. അവൾ അവനെ നോക്കി പറഞ്ഞു, എന്താ എന്നെ കല്യാണം കഴിക്കേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഏത് നശിച്ച നേരത്താണാവോ എനിക്ക് നിന്നെ കെട്ടാൻ തോന്നിയത്? സിദ്ധാർത്ഥ് പെട്ടെന്നുണ്ടായ ദേഷ്യത്തിലങ്ങ് പറഞ്ഞുപോയി. അത് കേട്ടപ്പോൾ നീലിമയുടെ കണ്ണുകൾ അങ്ങ് നിറഞ്ഞു. അപ്പോ നിങ്ങൾക്കിപ്പോ എന്നെ മടുത്തു എന്നാണോ നിങ്ങളീ പറഞ്ഞു വരുന്നത്? സിദ്ധാർത്ഥ് ആകെ നില തെറ്റി നിൽക്കുകയായിരുന്നു. അതേ ദേഷ്യത്തോടു കൂടെ തന്നെ അവൻ പറഞ്ഞു, സത്യത്തിൽ നിന്റെ കൂടെ ജീവിക്കുന്നത് തുടങ്ങിയപ്പോഴാ എനിക്ക് സമാധാനമങ്ങ് നഷ്ടപ്പെട്ടത്. പഴയതുപോലെയൊന്നുമല്ല നീ. നിന്റെ സ്വഭാവം അഡ്ജസ്റ്റ് ചെയ്യാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. സിദ്ധാർത്ഥ് അങ്ങ് പറഞ്ഞു നിർത്തി. നീലിമ അവൻ പറയുന്നതൊന്നും തന്നെ വിശ്വസിക്കാൻ പോലും ആവാതെ എങ്ങനെ തരിച്ചു നിന്നു. സിദ്ധാർത്ഥ് തന്നെ ഒരുപാടധികം വെറുക്കുന്നുണ്ട് എന്ന കാര്യം നീലിമ കരുതി. അങ്ങനെ ആ വീട്ടിൽ ഇനി തുടർന്ന് നിൽക്കാൻ കഴിയില്ല എന്ന് അവൾ തീരുമാനിക്കാണ്. നീലിമ അങ്ങനെ കടുത്ത തീരുമാനമെടുക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ ഇനി ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വമ്പൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡുകളാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.